എല്ലാവർക്കും നമസ്കാരം. സിൽസിലയുടെ ഈ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ സിൽസിലയുടെ എപ്പിസോഡിൽ വി ഹാവ് എ സ്പെഷ്യൽ ഗസ്റ്റ് ഫോർ യു. ഒരു സർപ്രൈസ് ഗസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ പേര് PR മുരളി. എനിക്ക് അങ്ങനെ വിളിക്കും, മുരളി സാർ എന്ന് വിളിക്കാനേ പറ്റുള്ളൂ. ഇദ്ദേഹം ഒരു മ്യൂസിക് കമ്പോസർ ആണ്, ഒരു ഫ്ലൂട്ടിസ്റ്റ്, പ്രൊഫഷണൽ ഫ്ലൂട്ടിസ്റ്റ് ആണ്, ഒരു സംഗീത അക്കാദമി നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാത്തിനുപരി എന്റെ വളരെ പ്രിയപ്പെട്ട ഗുരുവാണ്. ഇദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സിൽസിലയിലേക്ക്. മുരളി സാർ, സ്വാഗതം. നമസ്കാരം സാർ. നമുക്ക് ഇരിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ കുറച്ച് നാളായി കണ്ടിട്ടല്ലേ? സാറിന്റെ സംഗീത അക്കാദമിയൊക്കെ എങ്ങനെ പോകുന്നു? സ്കൂളൊക്കെ എങ്ങനെ പോകുന്നു? ധാരാളം കുട്ടികൾ ഉണ്ട്. ഏകദേശം എത്ര കുട്ടികളുണ്ട് സാർ സാറിന്റെ ഇതില്? ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 500 ചില്ലാനം കുട്ടികളുണ്ട്. പക്ഷെ ഒരു 19 കുട്ടികളാണ് സ്ഥിരം വന്നുണ്ട്. അപ്പൊ അതിലകത്തെ വോക്കല് ഉണ്ട്, ഫ്ലൂട്ട് ഉണ്ട്, പിന്നെ കീബോർഡ് ഉണ്ട്, പിന്നെ കുറച്ച് കുട്ടികൾ ഗിറ്റാർ ഉണ്ട്, പിന്നെ വീണ, അങ്ങനെ മെയിനായിട്ട് 3 വോക്കലും ഫ്ലൂട്ടും കീബോർഡാണ് മെയിനായിട്ട്. എനിക്ക് അത് വ്യക്തമായിട്ട് അറിയാം, കാരണം ഞാൻ സാറിന്റെ കീഴില് പഠിച്ചിട്ടുണ്ട്. എനിക്ക് സാറിന്റെ ഒരുപാട് അടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ചമ്പരം പടിഞ്ഞ് ഇരിക്കാൻ പഠിച്ചത് വരെ സാറിന്റെ അടുത്ത് വന്നേ പിന്നെയാണ് ശരിക്കും. പിന്നെ സാറിന്റെ പ്രാക്ടീസുകൾ ഒക്കെ ശരിക്കും ഞാൻ എങ്ങനെയാണ് സംഗീതം പ്രാക്ടീസ് ചെയ്യേണ്ടത്, പാട്ട് പഠിക്കേണ്ടത് എങ്ങനെയാണ്, പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ സാറാണ് ശരിക്കും പറഞ്ഞു തന്നത്. അല്ല, അതിനൊക്കെ ഒരു ചിട്ടയുണ്ടല്ലോ. അതെ അതെ. അതുപോലെ ക്ലാസിക്കൽ സംഗീതത്തിന് അതിന്റെയായിട്ടുള്ള ചിട്ടക്കൂടെ തന്നെ നമ്മൾ പോകണമല്ലോ. അതെ അതെ, അതൊക്കെ സാറിന്റെ അടുത്ത്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എങ്ങനെ പോകുന്നു? സ്ഥാപനമൊക്കെ നന്നായിട്ട് പോകുന്നു. ഇപ്പോഴും നല്ല ബിസിയാണ്. സാറിനെ എപ്പോ വിളിച്ചാലും അറിയാം, ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കുട്ടികൾക്ക്, അല്ലെ? ഓക്കെ. അതുപോലെ സാറ് കച്ചേരികൾക്ക്, കോൺസേർട്ടുകൾക്ക് പോവാറുണ്ട്. ഹിന്ദുസ്ഥാനി സോളോയും നടത്താറുണ്ട്, പിന്നെ ജുഗൽബന്ദി, ഹിന്ദുസ്ഥാനിയും ക്ലാസിക്കലും ചേർന്ന്. പിന്നെ ഞാന് മറ്റേ ഓൾഡ് ഈസ് ഗോൾഡ് പ്രോഗ്രാം, പഴയ പാട്ടുകളുടെ 20 പീസ് ഓർക്കസ്ട്ര വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഫുൾ ഓർക്കസ്ട്ര വെച്ചിട്ട്. ഫ്ലൂട്ട് മാത്രം അല്ലല്ല, ഫ്ലൂട്ട് മാത്രം വെച്ച് പുല്ലാങ്കുഴൽ ഗാനമേള ഉണ്ട്. അതുകൂടാതെ വിത്ത് വോയിസ് ഗാനമേള ഫുൾ ഓർക്കസ്ട്ര വെച്ചിട്ട് ചെയ്യാറുണ്ട്. മുഹമ്മദ് റാഫി നൈറ്റ്, മുകേഷ് നൈറ്റ് ഒക്കെ ഇടയ്ക്ക് കൊച്ചിയില് 5 വർഷമായിട്ട് സ്ഥിരം നടത്താറുണ്ട്. പിന്നെ ഓൾഡ് ഈസ് ഗോൾഡ് മലയാളം, അത് അതെ ഓർക്കസ്ട്ര വെച്ചിട്ട് തന്നെ, പാട്ടുകാരെ വെച്ചിട്ട്. അതുകൂടാതെ നമ്മുടെ ഫ്ലൂട്ട് തന്നെ മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാം കേൾക്കാൻ ഇങ്ങനെ കൊതിയായിട്ടിരിക്കുകയാണ്. സാറിന്റെ ഒരു പാട്ടോടുകൂടി നമുക്കങ്ങ് തുടങ്ങാം. ഏത് പാട്ടാണ് ആദ്യം ഫ്ലൂട്ടിൽ പ്ലേ ചെയ്യുന്നത്? ആദ്യം സുപ്രഭാതം എന്ന ഗാനം. സുപ്രഭാതം എന്നാണ്. അപ്പൊ അത് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ കേൾക്കാം. ഓക്കെ.
സർ പറയണ്ടല്ലോ, വളരെ മനോഹരം. എത്ര കേട്ടോണ്ടിരുന്നാലും ഇങ്ങനെ മതിയാവില്ല. ഇങ്ങനെ ഫ്ലൂട്ടിന്റെ വോയിസും കേട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും. അത്ര മനോഹരമായിരുന്നു. സന്തോഷം.